പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ. ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, നേരത്തെ വന്നിരുന്നത് ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്കൊക്കെ കടക്കുക എന്നായിരുന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ നിയമപരമായി അതിനെ നേരിടാനൊരുങ്ങുകയാണോ വേടൻ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഒരു പരാതി ലഭിക്കുകയും അതനുസരിച്ച് പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വരുത്തി മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കാമെന്ന് അഭിഭാഷകരോട് നടത്തിയ കൂടിക്കാഴ്ചയിൽ വേടൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഹിരൺദാസ് മുരളി എന്ന ഒരു ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കുകയും ചെയ്യും. നിലവിൽ യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ബലാത്സംഗ കുറ്റമാണ് നിലനിൽക്കുക. ആ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് കടന്നേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാര്യം പ്രാഥമികമായി ചില തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ചില പ്രാഥമിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം തന്നെ ചില സാക്ഷിമൊഴികൾ അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരുന്നു. അതിവേഗത്തിൽ ഇതിന്റെ മറ്റു വിളിപ്പിക്കലുമായി മുന്നോട്ട് പോകുകയാണ്. വിളിപ്പിക്കലിന് മുന്നോടിയായുള്ള നടപടികളിലേക്ക് പോലീസ് പോവുകയാണ്. സ്വാഭാവികമായും പോലീസ് ഒരു അവധാനത കാണിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ തെളിവുകളും ശേഖരിച്ച് മറ്റു പഴുതുകളില്ലാത്ത രൂപത്തിൽ ഈ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ വിളിപ്പിച്ചാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നതുൾപ്പെടെയുള്ള ഭയം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടാകും, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ വേടനും അഭിഭാഷകനും ഒക്കെ ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അല്ല മുസ്തഫ, അപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിലെ പോലീസ് എതിർക്കില്ലേ? സ്വാഭാവികമായും ഇന്നിപ്പോൾ ഈ പോലീസിന്റെ വിശദീകരണത്തിന് വേണ്ടി ഈ കേസ് വെക്കുക പ്രാഥമിക നടപടികൾ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഒരു 3 ദിവസമെങ്കിലും പോലീസിന്റെ ഇൻസ്ട്രക്ഷന് വേണ്ടി വരും. അടുത്ത ദിവസമായിരിക്കും അതിനുശേഷം ഈ കേസിൽ പോലീസിന്റെ ഒരു നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും സ്വാഭാവികമായും അതൊരു ഹൈക്കോടതിയുടെ സാധാരണഗതിയിൽ കോടതികളുടെ ഒരു പ്രൊസീജിയറാണ്. ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പോലീസിന്റെ ഒരു റെഗുലർ ബെയിൽ അല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ ഇൻസ്ട്രക്ഷൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് പോലീസിനോട് നിലപാട് തേടുക മാത്രമാണ് ഇന്ന് കോടതിയിൽ നടക്കുക. പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഒരുപക്ഷെ ഇന്ന് കോടതിക്ക് മുമ്പാകെ വരും. പക്ഷെ അപ്പോൾ പോലും പോലീസിന്റെ വിശദീകരണം തേടുക എന്നുള്ളത് മാത്രമായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ഒരു 3 ദിവസത്തിന് ശേഷം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ടായിരിക്കും ഈ വിഷയത്തിൽ ജാമ്യവുമായി പീഡന പരാതിയിലാണ് വേടൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. മുസ്തഫ ഒന്ന് തുടരുക.